ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഒരു സോണിയുടെ ഒരു സൗണ്ട് ബാറിൻ്റെ സബ് വൂഫറാണ്. ഒരു സൗണ്ട് ബാറും ഒരു സബ് വൂഫറും ഉള്ള ഒരു സെറ്റാണ്. ഇതുകൊണ്ട് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിരിക്കുന്നതാണോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് പാറ്റ കയറിയിട്ട് ഇതിൻ്റെ തകിട് മുഴുവൻ ദ്രവിച്ച് ഇതിൻ്റെ മദർ ബോർഡും എല്ലാം ദ്രവിച്ചു പോയി. മദർ ബോർഡ് ഞാൻ കാണിക്കാം. മദർ ബോർഡും കുറച്ചപ്പോഴും എല്ലാം പോയി. അപ്പോൾ അതിനകത്ത് നമുക്ക് അതിൻ്റെ ബോർഡ് അന്വേഷിച്ചപ്പോൾ ഇച്ചിരി പഴയ ബോർഡിലായതുകൊണ്ട് ബോർഡ് അവൈലബിൾ അല്ല. ഇമ്പോർട്ട് ചെയ്ത് വന്ന പുറത്തുനിന്ന് കൊണ്ടുവന്ന സെറ്റാണ്. ഇവിടെ ഇന്ത്യയിൽ വിറ്റതല്ല. അതുകൊണ്ട് അത് പഴയ മോഡലായതുകൊണ്ട് അതിന് ബോർഡില്ല. അപ്പോൾ ഞാനൊരു സബ് വൂഫർ ഡി ക്ലാസ് ബോർഡ്, അതിനകത്ത് 24 വോൾട്ടിൻ്റെ സബ് വൂഫർ ഡി ക്ലാസ് ബോർഡ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. ശരിക്കും ഇത് വയർലെസ് ആയിട്ടാണ് ഓഡിയോ വന്നിരുന്നത്. സൗണ്ട് ബാറിൽ നിന്ന് വയർലെസ് ആയിട്ടാണ് വന്നിരുന്നത്. പക്ഷേ ആ വയർലെസ്സിൻ്റെ ബോർഡും അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന ബോർഡും എല്ലാം തുരുമ്പല്ല, ഈ പാറ്റയുടെ കാട്ടം വീണിട്ട് അതൊരു എന്നാ പറയുന്നത്, ഒരു ആസിഡ് പോലെ വന്നിട്ട് ആ PC മുഴുവൻ ദ്രവിച്ചു പോകും. സർവീസ് ചെയ്യുന്നവർക്കറിയാം, പാറ്റയോ പല്ലിയോ ഒക്കെ കയറി കഴിഞ്ഞാൽ PCB എല്ലാം ദ്രവിച്ചു പോകും. അപ്പോൾ അങ്ങനെ ദ്രവിച്ചു പോയ ഒരു സെറ്റിന് നമ്മളൊരു ഇത് കണ്ടില്ല, ഇത് അതിൻ്റെ ഊഫറാണ്. ഊഫർ വേറൊരു കമ്പാർട്ട്മെൻ്റായിട്ടാണ്. ഇതാണ് അതിൻ്റെ പഴയ ബോർഡ്. ഇത് കണ്ടോ, ഈ പഴയ ബോർഡ്. അപ്പോൾ അത് വെറും ഒരു 100 വാട്ട്സിൻ്റെ ബോർഡാണ്. അത് നമ്മൾ അതേ സെയിം 100 വാട്ട്സുള്ള ഡി ക്ലാസ് ബോർഡ്, പുതിയ ടൈപ്പ് ഡി ക്ലാസ് ബോർഡ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിലും പവർ കിട്ടും, ഇതിലും ബെറ്റർ ആയിരിക്കും. അത് നല്ല ബോർഡാണത്. അപ്പോൾ അതാണ് ആ കാണുന്നതാണ് ബോർഡ്. ആ ബോർഡ് 24 വോൾട്ട്. പിന്നെ നമ്മൾ സബ് വൂഫറിന് ഓഡിയോ നമ്മൾ മറ്റേ സൗണ്ട് ബാറിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ സർക്യൂട്ടിനകത്ത് പോയി തപ്പാനൊന്നും നിൽക്കാതെ നമുക്ക് സ്പീക്കർ ഔട്ടിൽ നിന്ന് തന്നെ എടുക്കാം. അപ്പോൾ ഇതാണ് വൈഫൈയുടെ ബോർഡും മറ്റേ എല്ലാം ഭയങ്കര തുരുമ്പായി ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ സ്പീക്കർ ഔട്ടിൽ നിന്ന് തന്നെ നമുക്ക് അത് എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു ലൈൻ എടുക്കുകയാണ്. അപ്പോൾ അതിന് സബ് വൂഫർ ബോർഡ് വേണം. ആ ബോർഡ് വെച്ചിട്ട് മിക്സർ ബോർഡ്, സബ് വൂഫറിൻ്റെ ഫിൽറ്റർ ബോർഡെന്ന് പറയും, ഫിൽറ്റർ, ആ ബോർഡ് വെച്ച് വേണം നമുക്കിത് കണക്ഷൻ കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ കണക്ഷൻ കൊടുക്കുന്ന വീഡിയോ ആണ് നോക്കുക. ഇതാണ് സൗണ്ട് ബാറിൻ്റെ അകം. നമുക്ക് ഇതിൻ്റെ പവർ സപ്ലൈയിലൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ 24 വോൾട്ടാണ് പവർ സപ്ലൈ. നമ്മുടെ സബ് വൂഫർ ഇതുണ്ട്, ഇതിനകത്തും പാറ്റ കത്ത് കിടക്കുന്നുണ്ടോ, പാറ്റ കത്ത് കിടപ്പുണ്ട്. ഇതിനകത്തും പാറ്റ കയറുക. ഞാൻ 2 സെറ്റിനകത്തും ഗ്രില്ലിട്ട് ഇത് ബ്ലോക്ക് ചെയ്തു. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഗ്രില്ലിട്ടാണ് ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്തും അപ്പടി 2 സെറ്റിനകത്തും പാറ്റ കയറി നാശകൂശമായതാണ്. അപ്പോൾ ഇത് സൗണ്ട് ബാറിന് വലിയ കുഴപ്പമാണ്. അതിൻ്റെ ഓഡിയോ ഔട്ടിൽ നിന്ന് നമ്മളെടുത്തിട്ട് നമുക്ക് സബ് വൂഫർ ഫിൽറ്ററിൽ കൊടുത്തിട്ട്, സബ് വൂഫർ ഫിൽറ്റർ 12 വോൾട്ടാണ് വർക്ക് ചെയ്യുന്നത്. 12 വോൾട്ട് വർക്ക് ചെയ്യുന്ന ഈ സബ് വൂഫർ ഫിൽറ്റർ ആകുമ്പോൾ നമുക്കതിനകത്ത് ഇതിൻ്റെ പവർ സപ്ലൈ എടുക്കാതെ നമ്മളൊരു സെപ്പറേറ്റ് പവർ സപ്ലൈ, ഒരു 12 വോൾട്ട് പവർ സപ്ലൈ വെക്കുകയാണ്. അങ്ങനെ പവർ സപ്ലൈ വെച്ച് ഇതിൻ്റെ ഓഡിയോ ഔട്ട് എടുത്ത് ഈ സബ് വൂഫർ ഫിൽറ്ററിൽ കൊടുത്തിട്ട് ആ ഫിൽറ്ററിൽ നിന്ന് ഡയറക്റ്റ് ഒരു വയറിട്ട് നമുക്ക് സബ് വൂഫർ ഇന്നിലേക്ക് കൊടുത്തിരിക്കുകയാണ്. സാധാരണ പണ്ട് സബ് വൂഫർ വയറിട്ട് കൊടുത്തിരുന്നു. പിന്നെ ഇത് ബ്ലൂടൂത്ത് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ബ്ലൂടൂത്ത് ആക്കിക്കൊണ്ട് അതിൻ്റെ ബോർഡുകളൊക്കെ പോയതുകൊണ്ട് ഇത് പലരെയും കൊണ്ടേ കാണിച്ചിട്ട് നന്നാക്കാൻ പറ്റിയായിരുന്നു പറഞ്ഞ് എല്ലാവരും ഉപേക്ഷിച്ച ഒരു സെറ്റായിരുന്നു. അപ്പോൾ ഞാനെൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ അങ്ങനെ ഇതിനകത്ത് വേറൊരു ആംപ്ലിഫയറും വെച്ച് സബ് വൂഫർ ഫിൽറ്ററും വെച്ച് അതിന് സെപ്പറേറ്റ് വോൾട്ടേജ് 12 വോൾട്ട് ഒരു അഡാപ്റ്റർ അങ്ങ് പൊട്ടിച്ച് കയറ്റി വെച്ചാൽ മതി. 12 വോൾട്ട് 2 ആംപിയർ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു അഡാപ്റ്റർ അങ്ങ് പൊട്ടിച്ച് വെച്ചാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വെച്ച് അത് ഗ്ലൂ ഗണ്ണൊക്കെ ഇട്ട് അവനെ കറക്റ്റ് ഫിക്സ് ചെയ്ത് സെറ്റ് നല്ല ഓക്കെ ആയിട്ടുണ്ട്, നല്ല വർക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് വീഡിയോ അടുത്ത ദിവസമായിട്ട് കാണിക്കാം. അപ്പോൾ സെറ്റ് ഫിനിഷ് ചെയ്ത് പൂട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും അത് മനസ്സിലായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സംശയമുള്ളവർക്കൊക്കെ വിളിച്ചു ചോദിക്കാം. അപ്പോൾ അങ്ങനെ ഹോം തിയേറ്ററുകളൊക്കെ ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടോ ഒക്കെ ഇരിക്കുന്ന സെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ, പറ്റുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്തു തരാം. ഒന്നാമത് നല്ല തിരക്കാണ്, എങ്കിലും അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് നന്ദി. ഈ നമ്പറിൽ വിളിച്ചാൽ മതി, എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ സംസാരിക്കാം.